ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു എഗ്ഗ് പുലാവായാലോ. നമ്മൾ വെജിറ്റബിൾ പുലാവിന് ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. അതിൻ്റെ കൂടെ മുട്ട ചിക്കി ചേർക്കുകയോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി ചേർക്കുകയോ ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മളിവിടെ ചെയ്യുന്നത് ക്യാരറ്റും ബീൻസും ക്യാബേജും ഒക്കെ നമുക്ക് നീളത്തിലരിഞ്ഞ് വയ്ക്കാം. അരിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഏലക്കയും ഗ്രാമ്പും പട്ടയും തക്കോലവും എടുത്ത് വെച്ചിട്ടുണ്ട്. അരി എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റ് ബസ്മതി സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്കാദ്യം അരി ഒന്ന് വേവിച്ച് ഊറ്റാം. ചോറ് അല്ലെങ്കിൽ അരി ഉപ്പ് ചേർത്ത് നമുക്ക് വേവിച്ച് ഊറ്റണം. അതിലേക്ക് ഏലക്കയും ഗ്രാമ്പും പട്ടയും തക്കോലൊക്കെ ഇട്ട് വെള്ളം തിളച്ചൊരുമ്പോഴേക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അരിക്കനുസരിച്ചുള്ള ഉപ്പ് ഇടാവുള്ളൂ, ഉപ്പില്ലെങ്കിൽ കൂടിപ്പോവും. നമ്മൾ കഴുകി വാരിയ ബസ്മതി റൈസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം. 3/4 വേവിൽ നമുക്ക് ഊറ്റിയെടുക്കാം. ഈ സമയത്തേക്ക് നമുക്ക് പച്ചക്കറികളെല്ലാം നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. ക്യാരറ്റ് തീപ്പെട്ടിക്കൊള്ളി പോലെ നീളത്തിൽ അരിഞ്ഞ് വയ്ക്കണം. ബീൻസ് ചരിച്ച് നീളത്തിൽ അരിഞ്ഞ് വയ്ക്കണം. സവാള നീളത്തിൽ അരിയണം. ക്യാബേജ് നീളത്തിൽ അരിയണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ച് വയ്ക്കാം. ഇനി നമുക്ക് പച്ചക്കറികൾ വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി എടുക്കുക. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതിലേക്ക് സാജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാജീരകം എന്ന് പറയുമ്പോൾ നല്ലൊരു മണം കിട്ടുന്ന ഒരു ജീരകമാണ് സാജീരകം. ബിരിയാണികൾക്കൊക്കെ ചേർക്കുന്ന ജീരകമാണ് ജീരകം, സാദാ ജീരകമല്ല. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്ന് കുറച്ച് ഇഞ്ചി, ആവശ്യത്തിനുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. കാര്യം ഓരോരുത്തരുടെ ഇഞ്ചിയും എരിവുമൊക്കെ പ്രത്യേകം ഉണ്ട്. ഞാൻ മുളക് ചതച്ച് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക്, നിങ്ങൾക്ക് എരിവിനുള്ള മുളക് നിങ്ങൾക്ക് ചതച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തു. ഇനി ഒരുവിധം മൂപ്പാവുന്ന വരെ നമുക്ക് സവാളയൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ബീൻസിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടി ആവാം, നമുക്ക് ബീൻസിൻ്റെ നിറം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് 2-3 വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ബീൻസും ക്യാരറ്റും ക്യാബേജും ഇതിനുള്ള ആവശ്യമുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നെയ്യ് അല്ലെങ്കിൽ വാനില എസൻസാണ് നമ്മൾ പുലാവിന് എപ്പോഴും മണത്തിന് വേണ്ടി ചേർക്കുന്നത്. ഒന്നെങ്കിൽ നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ ഒരല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചോറ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. വേവിച്ച് ഊറ്റി തണുത്ത ചോറ്, ചൂടോടെ ചേർക്കരുത്, കട്ട കെട്ടിപ്പോവും. ഒരല്പം തണുത്ത ശേഷം മാത്രമേ, ഒന്ന് നിരത്തിയിട്ടാലും മതി. ചോറ് വെള്ളം ഊറ്റിയ ശേഷം, വെള്ളം ഊറിയ ശേഷം ഒന്ന് നിരത്തിയിടുക. അപ്പോൾ ചോറ് ഒന്നും തൊടാതെ കിടക്കും. അപ്പോൾ നമുക്ക് ചോറ് ഫുള്ള് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള മല്ലിയിലയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് എന്താ വേണ്ടത്? ഇനി മുട്ടയുടെ ആവശ്യമുണ്ട്. മുട്ട ചിക്കി പൊരിച്ച് ചേർക്കാം, മുട്ട പുഴുങ്ങി അരിഞ്ഞ് ചേർക്കാം, മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതരിഞ്ഞ് ചേർക്കാം. പക്ഷേ എപ്പോഴും ഈസിയും ടേസ്റ്റും ആയിട്ടുള്ളത് മുട്ട ചിക്കി പൊരിച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. മുട്ട 1 കിലോ അരിക്കണമെങ്കിൽ 6 മുട്ടയെങ്കിലും വേണ്ടി. ഞാനിപ്പോൾ ഒരു 1/2 കിലോ അരി എടുത്തേക്കുന്നത് 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് അടിച്ച ശേഷം ഈ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുത്തു. തീ കൂട്ടി വയ്ക്കാൻ കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള, കണ്ടോ, കട്ട കെട്ടാതെ തന്നെ, കട്ട കെട്ടുന്ന കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടിയിൽ പിടിക്കാതെയോ അല്ലെങ്കിൽ നിറം മാറാതെ കിട്ടിയാൽ മതി. ബ്രൗൺ നിറമൊന്നും ആവണ്ട. ആ എഗ്ഗിൻ്റെ നിറം, ആ യെല്ലോയിഷ് നിറത്തിൽ തന്നെ നമുക്ക് കിട്ടണം. കണ്ടോ, ആ മുട്ട ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുലാവിനുള്ള എഗ്ഗ് ഇവിടെ റെഡിയായി. ജസ്റ്റ് ഒന്ന് കുത്തി ഉടച്ചാൽ മാത്രം മതി. നിറം മാറിയിട്ടില്ല.
ബ്രൗൺ നിറമോ കറുത്ത നിറമോ ഒന്നും ആയിട്ടില്ല. അതാണ് എണ്ണ കൂടുതൽ ഒഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം. നമുക്കൊന്ന് കുത്തി അടച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചോറിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളുടെ എഗ്ഗ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട പുലാവ്, എഗ്ഗ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് എളുപ്പമാണ്. നമുക്ക് കുറച്ച് കുട്ടികൾക്കുള്ള സമയത്ത് അവർക്ക് കുറച്ച് പച്ചക്കറിയോ മുട്ടയൊക്കെ വയറ്റി ചെല്ലാൻ വേണ്ടിയിട്ട് എന്തു പാടല്ലേ പച്ചക്കറിയെ കഴിപ്പിക്കാനായിട്ട്. ഇതാകുമ്പം മുട്ടയും ചെല്ലും, കുറച്ച് പച്ചക്കറികളും ചെല്ലും, അത്യാവശ്യം ചോറും വയറ്റിലേക്ക് ചെല്ലും. അപ്പോൾ ട്രൈ ചെയ്യാൻ പഠിക്കണ്ട. ഒരു കപ്പ് അരിയൊക്കെ എടുത്ത് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മണമുണ്ട്. ആ സാഹചര്യത്തിൻ്റെ മണമൊക്കെ നല്ല എടുത്ത് വരുന്നുണ്ട്. കുറച്ച് മല്ലിയിലൂടെ ഇവിടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.